ആപ്കെ അദാലത്തിൽ സോണു നിഗത്തിന്റെ മേലുള്ള ആദ്യത്തെ കുറ്റാരോപണം ഇദ്ദേഹം എപ്പോഴും കൺഫ്യൂഷനാണ് എന്നുള്ളതാണ്. സോണു, താങ്കൾ കുട്ടിക്കാലത്ത് താങ്കൾ സ്കൂളിൽ ടോപ്പറായിരുന്നു, അതുപോലെ തന്നെ സയന്റിസ്റ്റ് ആകാനായിരുന്നു താങ്കൾക്ക് ആഗ്രഹം. കൺഫ്യൂസായി സിംഗറായിന്ന് കേട്ടു. ഇതിൽ കൺഫ്യൂഷനിലൊന്നുമില്ല സാർ. ഇത് എല്ലാത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത് സാർ. അതായത് ഇതിനു മുമ്പ് ഞാൻ ഈ പഠിക്കുന്ന ഈ സമയത്തൊക്കെ നോക്കുവാണെങ്കിൽ നിങ്ങൾ, എൻ്റെ ക്ലാസ്മേറ്റ് ഇവിടെ ഇരിപ്പുണ്ട്, കൈലാഷ്. അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം ഞാൻ എത്ര നന്നായിട്ട് പഠിക്കുമെന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ പഠിത്തത്തിൽ നല്ലപോലെ അങ്ങോട്ട് ഡീപ്പായി പോയി, പഠിത്തം എന്ന് പറഞ്ഞ്. അതിൻ്റെ ഒപ്പം എനിക്ക് സ്പോർട്സിൽ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ പാട്ട്, എൻ്റെ അച്ഛനമ്മ കാരണം എനിക്ക് അതെല്ലാം കിട്ടി. പിന്നെ പറയുന്ന പോലെ ഞാൻ പാട്ടിൽ നല്ലപോലെ റിഹേഴ്സലൊക്കെ ചെയ്തിരുന്നു. ഒരു പ്രായം എത്തി. അന്ന് എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ കണ്ടെത്തണം, സയന്റിസ്റ്റ് ആകണം. അന്ന് ഞാൻ എല്ലാ സയൻസും പഠിച്ചു. പിന്നെ എനിക്ക് ഡിസ്കവറി സയന്റിസ്റ്റ് ആവണമെന്നായിരുന്നു അന്ന് ആഗ്രഹം. എന്തെങ്കിലും യൂട്യൂബൊക്കെ പോയി കാണുമ്പോഴും അന്ന് എനിക്ക് ഫുള്ള് സയൻസ് ആയിരുന്നു ആഗ്രഹം. സോ എനിക്ക് ഒരുപാട് കേസസ് ഉണ്ടായിരുന്നു. സയൻസ് എന്നായിരുന്നു അന്നും ആഗ്രഹമൊക്കെ. അന്നൊരു അവസാനമില്ല അതിനൊന്നും. പക്ഷേ പാട്ട്, അതെനിക്ക് കുറച്ചായിരുന്നു ഇൻട്രസ്റ്റ് ഒക്കെ. ആരാണ് താങ്കൾ സിംഗർ ആക്കിയത്? സിംഗേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, സിംഗേഴ്സ് ജനിക്കത്തേ ഉള്ളൂ. ഞാൻ ജനിച്ചതിന് ഒരു പാട്ടുകാരനായിട്ടാണ്. പിന്നെ 15ാമത്തെ വയസ്സിൽ തന്നെ ഞാൻ ഡൽഹിയിൽ കോമ്പറ്റീഷൻ അറ്റൻഡ് ചെയ്ത് ഒരു പ്രൈസും വിൻ ചെയ്തു. പിന്നെ ഞാൻ, എൻ്റെ അച്ഛൻ അരുൺകുമാർ നിഗം, ശോഭന നിഗം, അമ്മ, ഇവർ 2 പേരും കൂടെ തീരുമാനിച്ചു ഏതേലും ഒരു വിധത്തിൽ മുംബൈക്ക് പോകണമെന്നും പറഞ്ഞ്. എൻ്റെ പാട്ട് നെക്സ്റ്റ് ലെവലിൽ റീച്ച് ആവണമെങ്കിൽ ഞാൻ മുംബൈക്ക് എത്തിപ്പെടണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം. സോ 18 വയസ്സിൽ എൻ്റെ 12th സ്റ്റാൻഡേർഡ് ഞാൻ പാസ് ചെയ്തപ്പോൾ അതിനുശേഷം ഞാൻ മുംബൈയിലോട്ട് പോയി. പിന്നെ ഞാൻ കറസ്പോണ്ടൻസിൽ പഠിക്കാനായിട്ട് ട്രൈ ചെയ്തു. പക്ഷേ ഞാൻ എൻ്റെ ഫസ്റ്റ് എക്സാം വരുമ്പോഴേക്കും എൻ്റെ ഫസ്റ്റ് പാട്ട് ഹിറ്റായി നല്ലപോലെ. താങ്കളുടെ അച്ഛനും ഒന്ന് ഷോയ്ക്ക് വന്നിട്ടുണ്ട്. അതെ, അദ്ദേഹത്തോട് ഒരു കാര്യം ചോദിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. പൊതുവെ മാതാപിതാക്കൾ മക്കളോട് പറയാറുണ്ട്, നീ ഡോക്ടറാകണം, സയൻസിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നല്ല സയന്റിസ്റ്റായിട്ട് വരണം. പക്ഷേ ഇദ്ദേഹം ഈ ഫീൽഡിലേക്ക് വന്നപ്പോൾ താങ്കൾ തടഞ്ഞില്ലേ അദ്ദേഹത്തെ? അല്ല, ആക്ച്വലി ഞാനൊരു സിംഗറാണ്. സോ എനിക്കതിനെക്കുറിച്ച് അറിയാം. ഒരു സിംഗറിന് എത്ര കഴിവുണ്ട്, എത്ര ദൂരം വരെ പോകാൻ കഴിയുമെന്ന്. സോ ഞാൻ അതിനെക്കുറിച്ച് അറിഞ്ഞു. ഇവൻ ഒരു എക്സ്ട്രോണറി സിംഗറാണ്. ഇവന്റെ കഴിവ് എതിലാണോ കൂടുതലുള്ളത് അതിൽ ഇവൻ പോകണമെന്നാണ് ഞാൻ വിചാരിച്ചത്. അത് സക്സസ്സുമായി. കണ്ടുപിടുത്തം ശരിയാണ്. പക്ഷേ സിംഗർ ആകുന്നതിന് മുൻപ് താങ്കൾ ആക്ടിങ്? കൊച്ചുപ്രായത്തിൽ ഞാൻ ചില സിനിമയിലൊക്കെ ആക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ജനിച്ചപ്പോഴാണോ? അല്ലല്ല, അതിനു മുമ്പാണത്. അതിനു മുമ്പ് ഞാൻ ഈ ചൈൽഡ് ആർട്ടിസ്റ്റ് ആണോ? അതെ, ഉസ്താദി ഉസ്താദ് സെ, പ്യാര ദുഷ്മൻ, ദഗ്ദീർ, കൃഷ്ണ, ബേതാബി, സണ്ണി ഡിയോളിനൊക്കെ കൊച്ചുപ്രായത്ത് ഞാനാണ് ചെയ്തത്. സോ നിറയെ സിനിമയിൽ ഞാൻ കൊച്ചുപ്രായത്തിൽ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ മുംബൈക്ക് വന്നതിന് ശേഷം, കൊച്ചുപ്രായത്തിൽ ഞങ്ങൾ എല്ലാവരും മുംബൈയിലായിരുന്നു. അച്ഛനമ്മ, ഞാനും അനിയത്തിയും. എൻ്റെ അനിയത്തി ആക്ച്വലി മുംബൈയിലാണ് ജനിച്ചത്. ആ സമയത്ത് ഞാനിവിടെ ആക്ടിങ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ആ സമയത്ത് ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട്. അതിനുശേഷം ഇട്ടിട്ട് ഡൽഹിക്ക് തന്നെ തിരിച്ചു വന്നു. പഠിത്തം കംപ്ലീറ്റ്ലി ഫ്ലോ ആയിട്ട് പോയി. പിന്നെ പാട്ടിൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തു. 91 മുംബൈയിലോട്ടും തിരിച്ചു വന്നു. മുംബൈ പോയതിനു ശേഷം ശരിക്കും കഷ്ടപ്പെട്ടെന്ന് കേട്ടു. അതെ, പക്ഷേ വളരെയധികം. പക്ഷേ കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ മനുഷ്യനും ചെറിയ അടി കിട്ടുന്നത് വളരെ വ്യത്യാസമായിരിക്കുമല്ലോ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഓരോ മനുഷ്യരും ഭക്ഷണത്തിന് പോലും, ഭക്ഷണത്തിനാണ് എല്ലാവരും കഷ്ടപ്പെടുന്നത്. പിന്നെ അതിനേക്കാളും വലിയ കഷ്ടം വരും. എൻ്റെ അച്ഛൻ ശരിക്കും പറഞ്ഞാൽ ഭക്ഷണത്തിന് പോലും കഷ്ടപ്പെട്ടിട്ടുണ്ട്. എൻ്റെ അച്ഛൻ വളരെയധികം കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ വളർത്തിയത്. ഞാൻ ഭക്ഷണത്തിന് വേണ്ടി സ്ട്രഗിൾ ചെയ്തിട്ടില്ല, പക്ഷേ ഇമോഷണലി ഞാൻ ഭയങ്കര സ്ട്രഗിൾ ചെയ്തു. ആരെങ്കിലും നമ്മൾ കളിയാക്കുമ്പോൾ പഠിത്തത്തിൽ ഞാൻ വല്ലാണ്ട് സ്ട്രഗിൾ ചെയ്തു പോയ കാലമായിരുന്നു അത്. സ്കൂൾ ടീച്ചേഴ്സ് നല്ലപോലെ സ്നേഹം കാണിക്കുമ്പോൾ ഇവരിവിടെ വന്ന് എന്താണ് ചെയ്യുന്നത്, എന്താ നിന്റെ പണി? പുറത്തുള്ള വാച്ച്മാൻ സഹിത ആരംഭത്തിൽ ഇങ്ങനെയായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ നിങ്ങൾക്കൊക്കെ ഞാനൊരു ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം പറഞ്ഞുതരാം. ഒരു പാട്ടുണ്ടായിരുന്നു. ഈ പാട്ട് എന്നെ അനുമാലിക് സാറാണ് പാടിപ്പിച്ചത്. അവിടെ ഒരു റിഹേഴ്സൽ പോയിക്കൊണ്ടിരുന്നു. ഇതൊരു വലിയ നല്ല ഇൻസിഡൻ്റ് ആണ്. ഒരു മനുഷ്യൻ എന്തൊക്കെ സഹിക്കേണ്ടതെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും.
ഞാൻ ഫീൽഡിലോട്ട് പുതിയതായിട്ട് വന്ന പയ്യനാ. സോ എൻ്റെ അടുത്ത് ആരും അങ്ങനെ സംസാരിച്ചിട്ടില്ല. അച്ഛനും അമ്മയും പോലും വളരെ ഡീസൻ്റ് ആയിട്ടാണ് വീട്ടിൽ സംസാരിക്കുന്നത്. അച്ഛന് നല്ല സ്നേഹമായിരുന്നു. പിന്നെ അച്ഛൻ എന്ന് പറയുമ്പോൾ വളരെയധികം സ്നേഹമുള്ള ഒരു അച്ഛനായിരുന്നു എൻ്റെ അച്ഛൻ. ഇപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ, അനുമാലിക് വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിരുന്നു എൻ്റെ അച്ഛനും. സോ പാട്ട് പാടാനായിട്ട് ഞാൻ പോയിരുന്നു അവിടെ. ഈ പാട്ടായിരുന്നു അന്ന് പാടിയ. സോ അതിന്റെ ബീറ്റ് 68. സോ ഞാൻ അന്ന് എന്താ വിചാരിച്ചെന്ന് വെച്ചാൽ ഇതില് ബീറ്റ് ഇല്ലെന്നാണ്. So അതുകൊണ്ട് എങ്ങനെയാണ് പാടിയത്? കാരണം 1 2 3 1 2 3 അതായിരുന്നു അതിന്റെ ബീറ്റ്. അദ്ദേഹം ഒരു വട്ടേ പറഞ്ഞു തന്നുള്ളൂ. അതിനിപ്പുറം എന്നോട് പഠിച്ചെടുക്കാൻ പറഞ്ഞാൽ പിന്നെ എങ്ങനെ ഞാൻ പഠിക്കും? അതിന് അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, എടാ മോനെ, നീ പാട്ട് പാടാൻ വന്നതാണോ അത് വെറുതെ കളിക്കാൻ വന്നതാണോ ഇവിടെ നിന്ന്? എനിക്കിപ്പോഴും ആ ഇൻസൾട്ടൊക്കെ നല്ലപോലെ ഓർമ്മയിലുണ്ട്. ഞാനൊരു ദിവസം അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, സാർ നിങ്ങൾ വലിയൊരു മനുഷ്യനായിരുന്നു, നിങ്ങളിങ്ങനെ എല്ലാവരും വഴക്ക് പറയും അടിക്കുകയൊക്കെ ചെയ്യും, പക്ഷേ നോക്കുവാണെങ്കിൽ ഇന്ന് ഹീസ് മോർ ലൈക്ക് എ ബഡി. പക്ഷേ ഞാൻ അന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരാളാണെന്ന്. അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങളുടെ അച്ഛനൊക്കെ നല്ല ടെൻഷൻ ആക്കിയപ്പോൾ അതെ ഞാൻ അങ്ങനെയായിരുന്നു. സോ ദിസ് ഇസ് ദ കൈൻഡ് ഓഫ് അനുമാലിക്കിനെ നിങ്ങൾ നോക്കുവാണെങ്കിൽ താങ്കൾക്ക് വലിയൊരു ഹിറ്റാണ്, വലിയ ഹിറ്റ് സോങ് ആയിരുന്നു തന്നിരുന്നത്. അതെ, എന്റെ കരിയറിൽ അനുമാലിക് സാറിന് എന്തോ ഒരു പങ്കുണ്ടെന്ന് വെച്ചാൽ എന്നെ കൊണ്ട് ഈ കാര്യം ഒരിക്കലും മറക്കാൻ കഴിയില്ലെന്നേ പറയാൻ പറ്റുള്ളൂ. ഞാൻ ഇന്നിവിടെ ഇരിക്കണമെങ്കിൽ ഇതിലും മിക്കവാറും ഉള്ള പങ്ക് അദ്ദേഹത്തിനാന്നേ ഞാൻ പറയാൻ പറ്റുള്ളൂ. സ്നേഹവും അദ്ദേഹം അങ്ങനെയായിരുന്നു, നല്ല മനുഷ്യനാണ്. സന്ദേശി ഹാത്തേ ഹേ അതെന്റെ ഫസ്റ്റ് ഹിറ്റായ പാട്ടാണത്. അതുകൊണ്ട് ഞാൻ അന്ന് നല്ല പാട്ട് പാടി നല്ല പേരും കിട്ടിയപ്പോൾ അതും അനുജിയുടെ ആയിരുന്നു. മറ്റേ ഈ റെഫ്യൂജി എന്ന് പറഞ്ഞൊരു സിനിമയിലെ ഒരു പാട്ട്, ഇങ്ങനെ ഓരോ പാട്ടും അദ്ദേഹം എനിക്ക് ഒരുപാട്, ഞാൻ ഇന്നും ബേഗം ജാനിൽ ഒരു പാട്ട് പാടി കൊടുത്തിട്ടുണ്ടായിരുന്നു മിനിയെന്ന്. ഞങ്ങൾക്കിടയിൽ ഒരു നല്ല സ്നേഹമുണ്ട്, ഞങ്ങൾക്കും രണ്ടുപേർക്കിടയിൽ ഒരു സ്പിരിച്വൽ ആയ സ്നേഹമാണ്. ആ പാട്ട് ഹിറ്റായത് പാടിയത് കൊണ്ടല്ല, അതിന്റെ റിതം കൊണ്ടല്ലേ? ഏത് പാട്ട്? ദിൽ ദിവാന. ഇല്ല, ഇതിൽ ഞാൻ ഒരു സിംഗർ ഉണ്ട്, ഞാൻ അത് പറഞ്ഞുതരാം നിങ്ങൾക്ക്. എപ്പോഴും മ്യൂസിക്കിൽ ജനങ്ങളെല്ലാവരും ടൈപ്പ് കാസ്റ്റ് ആയിട്ട് മാറും. സന്ദേശം വന്നതും എൻ്റെ പാട്ടെത്തി. അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ നല്ലപോലെ പാടുന്നുണ്ട്, പക്ഷേ റഫി സാറിനെ പോലെയാണ് പാടുന്നതെന്ന്. പാട്രിയോട്ടിക് പോട്ട് വരുമ്പോൾ പാട്ട് കൊടുക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് പറ്റില്ലല്ലോ, ഞാൻ ട്രെൻഡി ആയിട്ട് പാടണം, മെയിൻ സ്ട്രീമിൽ പാടണം. എല്ലാവർക്കും അറിയാം ഞാൻ വെസ്റ്റേൺ മ്യൂസിക്കിൽ പാടും, മെയിൻ സ്ട്രീമിൽ പാടും. സോ ഇപ്പം എനിക്ക് ട്രെൻഡിലുള്ള ഒരു പാട്ട് വരും. സോ ഈ പാട്ട്, ഈ ദിൽ ദിവാനയിലെ പാട്ട് വന്നിരുന്നു. ഈ പാട്ട് എനിക്ക് അടിപൊളി ഹിറ്റായിരുന്നു കിട്ടിയത്. അതും എന്നെക്കൊണ്ട് നോർമൽ പാട്ടും പാടാൻ കഴിയും, പിന്നെ ആറ്റിറ്റ്യൂഡ് പാട്ടും പാടാൻ കഴിയുമെന്ന്. അതുവരെ അങ്ങനെ ഒരു പാട്ട് വന്നില്ല. ഇപ്പം നിങ്ങൾ ഒരുപാട് പാട്ട് കേൾക്കുന്നു. ദാറ്റ് വാസ് ദ ഫസ്റ്റ് വെസ്റ്റേണൈസ്ഡ് സോങ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതൊരു വഴി തന്നെ നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ ഫിലിം മ്യൂസിക്കിൽ വെസ്റ്റേണൈസ്ഡ് ആൻഡ് കോൺസെർട്ട് ടൈപ്പ് പാട്ട് പാടാൻ കഴിയുമെന്ന് പ്രൂവ് ചെയ്തു. സോ ആ പാട്ട് എനിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. ഐ ഫീൽ ബോത്ത് ദ സോങ്സ് കോംപ്ലിമെന്റഡ് ഈച്ച് അതർ. പിന്നെ താങ്കൾ പാടിയ क्या है तेरा मोबाइल नंबर? എല്ലാ മനുഷ്യർക്കും നോക്കൂ, എൻ്റെ ആദ്യത്തെ മാസ്റ്റർ റഫി സാറിനെ കുറിച്ച് ഞാൻ പറയും. റഫി സാർ പാടിയതാണെന്നു ഈ പാട്ട്. മറ്റേ അദ്ദേഹം ചെയ്യും. सर जो तेरा चकराए या दिल डूबा जाए आजा प्यारे. സോ അദ്ദേഹം ആ പാട്ടും പാടി, പിന്നെ चाहे कोई मुझे जंगली कहे ഈ പാട്ടും പാടി. പിന്നെ വാട്ട് ഈസ് മൊബൈൽ നമ്പർ മാതിരി എന്നെ സംബന്ധിച്ച് ആസ് എൻ ആർട്ടിസ്റ്റ്, പിന്നെ അദ്ദേഹത്തിന്റെ ശിഷ്യനായതുകൊണ്ട് എല്ലാ പാട്ടും ജനങ്ങൾ കേട്ടിരിക്കും ഉറപ്പായിട്ടും. അവരെന്നെ കൽഹോനാഹ പോലെ സ്പിരിച്വൽ പാട്ടിലും കേട്ടിരിക്കണം, എന്നെ പാട്രിയോട്ടിക് പാട്ടിലും കേൾക്കണം, കോമഡി പാട്ടിലും കേൾക്കണം. ഞാൻ ഒരുപാട് കോമഡി പാട്ടും കേട്ടിട്ടുണ്ട്. അത് കോമഡി പാട്ടായിരുന്നാലും അത് റൊമാൻറ്റിക് ആയ പാട്ടും അല്ലായിരുന്നു, മറ്റേ വാട്ട് ഈസ് മൊബൈൽ നമ്പറിൽ. ഇതുപോലെ ഞാൻ ഒരുപാട് പാട്ട് പാടിയിട്ടുണ്ട്. ഈ പാട്ട് എനിക്ക് ഒരുപാട് സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഒരു 2-3 ഉദാഹരണം പറയാമല്ലോ, ഏത് കോമഡി പാട്ടാണെന്നുള്ളത്? ഒരു പാട്ട് ഞാൻ പാടിയിരുന്നു, അതിൻ്റെ ആദ്യത്തെ വരി വിനോദ് റാത്തറിന് വേണ്ടിയാണ് ഞാൻ പാടിയത്. അത് ഫുൾ പാട്ട് ഞാൻ അദ്ദേഹത്തിന് വേണ്ടിയായിരുന്നു. അത് मैं सूरज हूं ना 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 कहाँ राजा भोज कहाँ गंगू तेली कहाँ राजा भोज कहाँ गंगू तेली ഇങ്ങനെയായിരുന്നു പാടിയത്. പിന്നെ ഈ പാട്ടില് വാട്ട് ഈസ് മൊബൈൽ നമ്പറിൽ വേണമെങ്കിൽ ഞാൻ ഇങ്ങനെ പോലും പറയാം. What is mobile number? What is your style number? करनी है വേണമെങ്കിൽ ഇങ്ങനെ റൊമാൻറ്റിക് ആയിട്ടും പാടും. പക്ഷെ എനിക്ക് ഹീറോ ആരാന്നറിയില്ല, ഗോവിന്ദ. അദ്ദേഹത്തിന് കുസൃതി അറിയാം, അതുകൊണ്ട് അങ്ങനെ പാടിയത് ഞാൻ. What is mobile number? What is your style number? करनी है प्यार. What is your അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പാടിയത്. സോ അത് ഞാൻ ഇതുകൊണ്ട് ഇങ്ങനെ ഡിഫറെൻറ്റ് സ്റ്റൈലിൽ പാടിയത്.
പിന്നെ ഒരു പാട്ട് ഞാൻ ഇങ്ങനെയായിരുന്നു പാടിയിരുന്നത്, ഇസ് പ്യാർക്കോ ക്യാനന്തോ. ഞാൻ എപ്പോഴും പറയും ഞാൻ ലക്കി അലിക്ക് ഇൻസ്പയർ ചെയ്താണ് ഈ പാട്ട് പാടിയെന്ന്. കാരണം അദ്ദേഹത്തിൻ്റെ പാട്ടിൻ്റെ സ്റ്റൈൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഐ ഓൾവേസ് യൂസ് ടു ലൈക്ക് ലക്കി അലി. എനിക്ക് അദ്ദേഹത്തിൻ്റെ വോയിസ് ഭയങ്കര ഇഷ്ടമായിരുന്നു. സോ ഞാൻ ആ പാട്ട് इस प्यार को मैं क्या नाम दूं, हो बेचैन दिल को कैसे आराम दूं, वो 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 സോ ഐ സ്റ്റാർട്ടഡ് ലൈക്ക് ഇറ്റ്. ഞാൻ കേട്ടത് താങ്കൾക്ക് 40 സിംഗേഴ്സിനെ ഒരേ സ്റ്റേജിൽ വെച്ച് പ്രോഗ്രാം നടത്താനുള്ള കഴിവുണ്ടെന്നാണ്. ഞാൻ ഇപ്പോൾ ഒരു അവാർഡ് ഫംഗ്ഷനിൽ പാടിയതാ. എനിക്ക് ഓർമ്മയുള്ള അളവിന് ഞാൻ നിങ്ങൾക്ക് പാടി കാണിച്ചു തരാം. പക്ഷേ പറ്റിയില്ലെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. അന്ന് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു, പക്ഷേ ഇദ്ദേഹം ഇപ്പം ചോദിച്ചെന്നെ നല്ലപോലെ കുടുക്കിയിരിക്കുകയാണ് നിങ്ങളുടെ അടുത്ത്. സോ ഞാൻ നിങ്ങൾക്ക് പാടിത്തരാം. तेरा प्यार प्यार प्यार, तेरा प्यार प्यार प्यार, हुक्का बार बार देखो, हजार बार देखो, मैंने देखा है ये एक सपना, फूलों के शहर में है ना, बोलो बोलो है ना, बोलो बोलो. पापा को मम्मी से, मम्मी को पापा कहते हैं, बड़ा नाम करेगा, मगर ये मेरा दिल प्यार का दीवाना, दीवाना दीवाना, प्यार मांगा है तुम्ही से, ना इनकार करो, पास बैठो जरा सी आहट होती है तो दिल सोचता है कहीं ये वो तो नहीं, नहीं नहीं अभी नहीं, थोड़ा करो इंतजार. ഇങ്ങനെയാണ് ഞാൻ പാടിയത്. സോ ഇറ്റ്സ് ലിറ്റിൽ ഒരു കാലഘട്ടത്തിൽ എല്ലാ ഫിലിമിലും സോണു നിഗത്തിന്റെ പാട്ട് കാണുമായിരുന്നു. അതെ. അക്കാലത്തുള്ള ഷാരൂഖ് ഖാന്റെ പടങ്ങളിലെല്ലാം താങ്കളാണ് പാടുന്നത്. അതിന്റെ ഒരു ലിസ്റ്റാണിത്. കൽ ഹോന ഹോ, ഖബി അൽബിദാന കഹ്ന. താങ്കൾ വളരെ വ്യത്യസ്തമായ പാട്ടുകൾ പാടിയിട്ടുണ്ട്. അതെ. പിന്നെ പലരും താങ്കളെ അപ്രീഷിയേറ്റും ചെയ്തിട്ടുണ്ട്. അതെ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്, എല്ലാ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് എൻ്റെ ജീവിതത്തിൽ നടന്നത്. എല്ലാം ഓവർനൈറ്റ് സക്സസ് എനിക്ക് കിട്ടിയിട്ടില്ല. അച്ചാസിയാദിയാലായിരുന്നു സ്റ്റാർട്ടിങ് എൻ്റെ. इश्क में हम तुम्हें क्या बताएं, ഇവരൊക്കെ കൊച്ചു പിള്ളേരായിരുന്നു, ജനിച്ചു പോലും കാണില്ല. किस कदर चोट खाए हुए हैं. ഇതൊക്കെ ചെയ്ത് ഞാൻ ടെലിവിഷനിൽ ഒരു ഷോയും കൂടെ ചെയ്തിരുന്നു ഒന്ന്. സരിഗമ, അത് വളരെ ഫേമസ് ആയിരുന്നു ഒന്ന്. സോ ജനങ്ങളതൊക്കെ മനസ്സിലാക്കി അതൊക്കെ മാറ്റിയെടുത്തിരുന്നു. സോ അതിനുശേഷം 97-ലായിരുന്നു സന്ദേശി വന്നിരുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് പാടി കാണിക്കാം. संदेशे आते हैं हमें तड़पाते हैं, जो चिट्ठी आती है वो पूछे जाती है कि घर कब आओगे, कि घर कब आओगे, लिखो कब आओगे, कि तुम बिन ये घर सूना सूना है. ഞാൻ നിങ്ങളെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വിളിച്ചുകൊണ്ട് പോകാം. എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ഓർമ്മയുള്ള പാട്ട്, എൻ്റെ ഒരു മൈൽ സ്റ്റോൺ ആയിട്ടുണ്ടായിരുന്ന ഒരു പാട്ട് ഞാൻ പാടിത്തരാം. उसके बाद ये दिल दीवाना दीवाना है, ये दिल दीवाने ने मुझको भी कर डाला दीवाना. ഈ പാട്ട് വളരെ ഹിറ്റായിരുന്നു. പിന്നെ വാട്ട് ഈസ് മൊബൈൽ നമ്പർ. फिर ऐसा पहली बार हुआ है 17-18 सालों में. ഇതിനുശേഷം നിങ്ങൾ നോക്കുവാണെങ്കിൽ सूरज हुआ मध्यम, चांद जलने लगा, आसमां ये हाय क्यों पिघलने लगा, मैं ठहरा रहा ज़मीं चलने लगी, धड़का ये दिल सांस थमने लगी. हो क्या ये मेरा पहला पहला प्यार है सजना, क्या ये मेरा पहला पहला प्यार है. फिर वो आया. പിന്നെ ആ സിനിമയിൽ തന്നെ മറ്റൊരു പാട്ടുണ്ട്. कह दो ना you are my soul.
രണ്ടും ഡിഫറെന്റ് ജോണറാണ്, രണ്ടിനും നല്ല രസം ഉണ്ടാവും. बोले चूड़ियां बोले कंगना. ആ പാട്ട്. പിന്നെ അടുത്ത സിനിമയില് കൽഹോണഹോ. കൽഹോണഹോയില് എങ്ങനത്തെ ഹിറ്റായിരുന്നു എന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴും പറയും, എൻ്റെ അവസാനത്തെ ശ്വാസം ഞാൻ എടുക്കുമ്പോൾ പോലും രജത് സാറ് പറഞ്ഞിരിക്കും, അതായത് അൾട്ടിമേറ്റ്ലി ഒരു ന്യൂസ് വരും, ഫേമസ് സിംഗർ സോനു നിഗം മരിച്ചെന്ന്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ടി വിയിൽ ഈ പാട്ട് വരും. हर घड़ी बदल रही है रूप जिंदगी, छाँव है कभी कभी है धूप जिंदगी, हर पल यहाँ जी भर जियो, जो है समा कल हो न हो. അതിനുശേഷം ഞാൻ ഒരു പക്ഷേ രക്ഷപ്പെട്ടാൽ പിന്നെ ഈ പാട്ട്. तो किसका है ये तुमको इंतजार में होना. ഞാൻ മറ്റൊരു പാട്ടും പാടി, അത് ഞാനത് മറന്നും പോയി. तू ही तू सतरंगी रे, तू ही तू मन रंगी रे. വൺ ഓഫ് മൈ ബെസ്റ്റ് സോങ്സ്. പിന്നെ ഒരുപാട് പാട്ടും വന്നു. പിന്നെ മറ്റൊരു പടം വന്നിരുന്നു, ആ സിനിമയുടെ പേരാണ് അഗ്നിപത്ത്. जीने के हैं 4 दिन, ओ बाकी है बेकार दिन. ഞാൻ വളരെ ലക്കിയായിട്ട് ഫീൽ ചെയ്യുന്നു നിങ്ങൾ എൻ്റെ പാട്ടിടുന്ന സമയത്തൊക്കെ. എനിക്ക് കരച്ചിൽ തന്നെ വരും. കാരണം ഞാൻ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ, ദൈവം എനിക്ക് ഒരുപാട് തന്നിട്ടുണ്ട്, അദ്ദേഹം നിറയെ തന്നു. എനിക്ക് ദൈവം ഒരുപാട് ഇത്രത്തോളം ഇഷ്ടമായി. നൽകിയിരിക്കുന്നു, ജനങ്ങൾ ഇത്രത്തോളം സ്നേഹം നൽകി. ആസ് എ സിംഗർ ജനങ്ങൾ അത്രത്തോളം സ്നേഹിക്കുന്നു. അതെ. പക്ഷെ പെട്ടെന്ന് താങ്കൾ ഒരു ഹീറോ ആയിട്ട് മാറിയല്ലോ. അതെയോ? താങ്കളുടെ പടങ്ങളുടെ ടൈറ്റിൽ കണ്ടില്ലേ, ലവ് ഇൻ നേപ്പാൾ. അതെ. സോ പെട്ടെന്ന് ഹീറോ ആകാനുള്ള ആഗ്രഹം എങ്ങനെ താങ്കൾക്ക് വന്നു? എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ, ഞാൻ ഹീറോ ആവുന്നതിന് മുൻപായിട്ട് ഒരുപാട് പാട്ടിൻ്റെ വീഡിയോസ് ചെയ്തു. പിന്നെ അത് കണ്ടപ്പോൾ ഡയറക്ടേഴ്സ് ആൻഡ് പ്രൊഡ്യൂസേഴ്സൊക്കെ എന്താ തോന്നിയെന്ന് വെച്ചാൽ, നമുക്കവനൊരു പടം കൊടുക്കാമെന്ന്. സോ എനിക്ക് വേണ്ടി ഞാൻ ഒരിക്കലും പടം എടുത്തിട്ടില്ല, എനിക്ക് ഓഫേഴ്സ് കിട്ടി. പിന്നെ ഞാൻ എന്താ വിശ്വസിക്കുന്നതെന്ന് വെച്ചാൽ, അത് തലയെഴുത്ത് നന്നായിരുന്നാൽ നിങ്ങൾക്കെല്ലാം എളുപ്പത്തിൽ കിട്ടും. ഞാൻ ഇവിടെയാണെങ്കിൽ ഞാൻ എന്തിനാ എൻ്റെ പാട്ട് കേട്ട് കരഞ്ഞത്? ഈ ദൈവത്തിന് ഞാൻ പ്രാർത്ഥിച്ച് വളരെയധികം നന്ദി പറയുന്നു. അദ്ദേഹം എനിക്ക് നല്ല ചാൻസ് ആണ് തന്നത്. ഞാൻ ഇങ്ങനെയൊന്നും ആലോചിക്കത്തില്ല, എടാ സോനു നിഗം നീ അടിപൊളിയാ, നീ കലകലക്കുന്ന കലക്കിടാന്നൊന്നും. അതുപോലെയൊക്കെ ഞാൻ എന്താ വിശ്വസിക്കുന്നതെന്ന് വെച്ചാൽ, ഏത് സംഭവിക്കണോ അത് സംഭവിച്ചേക്കും. തലയെഴുത്ത് നല്ലതാണെങ്കിൽ ജനങ്ങളുടെ ആശീർവാദം ഉണ്ടാവും, എല്ലാം നമുക്ക് കിട്ടിയിരിക്കും. എൻ്റെ ഡെസ്റ്റിനിയിൽ ആ സമയത്ത് ശരിയായ സിനിമകളിൽ വർക്ക് ചെയ്യാനായിട്ട് എൻ്റെ തലയിൽ എഴുതിയില്ല. ഞാൻ നിങ്ങൾക്കൊരു നല്ല എക്സാമ്പിൾ പറയാം, അത് കേൾക്കുമ്പോൾ നിങ്ങൾ ചിരിക്കും. പിന്നെ അതിനുശേഷം ഓർമ്മയുണ്ട് ഒരു പടം, ജോണി ദുഷ്മൻ. ഇനി അതിന് പിന്നാലെ എൻ്റെ ഒരു ലോജിക്ക് നോക്കണം നിങ്ങൾ. സിനിമ ഇങ്ങനെ വരാൻ പോകുന്നതെന്ന് എനിക്ക് എങ്ങനെ അറിയാം? ഞാൻ പുതിയ പയ്യനാ, എനിക്ക് ആരുടെയും സപ്പോർട്ട് ഒട്ടും തന്നെ ഇല്ല. ഞാനൊരു പുതിയ പയ്യനായിരുന്നു, എനിക്കിങ്ങനെ ഗൈഡ് ചെയ്യാനായിട്ട് ആരുമില്ല, ഇങ്ങനെ ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറയാനായിട്ട്. ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ, സണ്ണി ഡിയോൾ, അക്ഷയ് കുമാർ, ഇവരൊന്നും വട്ടന്മാരല്ല. സുനിൽ ഷെട്ടി ഉണ്ട്, അഫ്താബുണ്ട്, ഹർഷദ് വാസിയുണ്ട്, മനിഷ കൊയ്രാള ഉണ്ടായിരുന്നു, എന്തോരം പേരാ, ആദിത്യ പഞ്ചോളി ഉണ്ടായിരുന്നു. ഇത്രയും പേര് 11 പേർക്കൊന്നും വട്ടന്മാരായിട്ടിരിക്കാൻ പറ്റത്തില്ല. ഈ സിനിമ എന്തോരു വൃത്തികെട്ട വന്നതെന്ന് വെച്ചാൽ, ആരൊക്കെയാണോ സീസൺഡ് ആക്ടേഴ്സ്, ആരൊക്കെയാണ് നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നത്, അക്ഷയ്, പിന്നെ സണ്ണി ഡിയോൾ സർ, പിന്നെ സുനിൽ ഷെട്ടി സാറുണ്ട്, അർഷദ് ഉണ്ട്. അത് മാത്രമല്ലാണ്ട് ആരെക്കൊണ്ടാണ് ഈ റോങ് ഡിസിഷനൊക്കെ ഒന്ന് എടുക്കാൻ പറ്റും നിങ്ങളൊന്ന് പറയൂ. പക്ഷെ തലയെഴുത്തിൽ ഇവരൊക്കെ റോങ് ഡിസിഷൻ എടുക്കണമെന്ന് പറഞ്ഞ് എഴുതിയിട്ടുള്ളതായിരുന്നു. അത് നിങ്ങൾ നോക്കുവാണെങ്കിൽ കാണും എല്ലാവരും ഫെയിലായി. അത് ഇങ്ങനെ കൂടെ പറയാം. അല്ല അത് കളക്റ്റീവ് ബാഡ് ലക്കാണ് ഫോർ ഓൾ ഓഫ് us. ആരും തെറ്റായ സിനിമ എടുക്കണമെന്ന് ആഗ്രഹിക്കത്തില്ല. എനിക്കറിഞ്ഞ രാജ്കുമാർ സാർ ഫുള്ളായിട്ട് ട്രൈ ചെയ്ത് കാണും, പക്ഷെ ആ സിനിമ പെർഫെക്റ്റ് ആയിട്ട് വർക്ക്ഔട്ട് ആയില്ല. അത് ബേസിക്കലി വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഡെൻസ് ഓഫ് മൈ കരിയർ. അതിനുശേഷം സിനിമയിൽ അഭിനയിക്കണമെന്നുള്ള ഒരു ആഗ്രഹം തന്നെ ഞാൻ കളഞ്ഞു. എന്നോട് ഒരുപാട് പേര് പറഞ്ഞു. അപ്പം ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ, എൻ്റെ മനസ്സിൽ നിന്ന് ഒരു വാക്ക് വരുന്നത് വരെ ഞാൻ സിനിമ ചെയ്യാൻ പാടില്ലെന്നായിരുന്നു. അതിനുശേഷം ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ടില്ല ഇതുവരെ. ഇപ്പം ഞാൻ വളരെ ഹാപ്പിയാണ് സാർ. അതായത് എനിക്കത്ര വിശപ്പില്ല. സിനിമയിൽ എനിക്ക് എന്തോരമൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. ഇതിനുശേഷവും ഞാൻ ആഗ്രഹം മൂത്തങ്ങോട്ട് അലയുവാണെങ്കിൽ എന്നെക്കാൾ വൃത്തികെട്ട ഒരു ജന്മം ആരും കാണത്തില്ല. ഐ എം വെരി സാറ്റിസ്ഫൈഡ്.